അത് ആക്ച്വലി നമ്മളിപ്പോൾ കലാഭവനെ കുറിച്ച് ഞാൻ കലാഭവനിൽ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ കലാഭവനിലെ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നവാസ്. നവാസ് കരിയറിൽ ഇടയ്ക്ക് ഏറ്റവും ഹൈപ്പ് ആദ്യം രക്ഷപ്പെട്ട് ആദ്യം ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തേണ്ട ആൾ നവാസായിരുന്നു എന്നുള്ളതാണ്. ലോഹിത് സാറിൻ്റെ പടത്തിലൊക്കെ നായകനായിട്ട് പോലും ചിന്തിച്ച ഒരാളായിരുന്നു ഒരു സമയത്ത്. അന്നത്തെ സിനിമകളെല്ലാം ഹിറ്റുകളുണ്ടായിരുന്നു. എൻ്റെയും നവാസിൻ്റെയും വെഡ്ഡിങ് ഡേ സെയിം ഡേ ആണ്, ഒക്ടോബർ 27 ആണ്. രഹന ഇവളുടെ സുഹൃത്താണ്. ഞാനും നവാസും സുഹൃത്തുക്കളാണ്. ഞാനും കോട്ടയം നസീറും നവാസും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് എത്രയോ പ്രോഗ്രാമുകൾ ചെയ്തതാണ്. അപ്പം നമ്മൾ നവാസ് തിരിച്ചു വരവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പിന്നെ ഒന്ന് അനങ്ങി തുടങ്ങിയല്ലാതായി. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു വലിയ നഷ്ടം തന്നെയാണ്. ആ കുടുംബത്തിന് മാത്രമല്ല ഒരുപാട് നമ്മൾ സഹപ്രവർത്തകർക്കൊക്കെ വലിയ നഷ്ടമാണ്. അപ്പോൾ ഞാൻ രഹനത്തേനെയും നവാസിക്കനെയും കൂടി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹനത്തേനെ പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഇങ്ങനെ 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 നിൽക്കുക. അതായത് എപ്പോഴും ഇങ്ങനെ നവാസിക്ക. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ന്യൂലി വെഡ് ആണെന്ന് തോന്നും അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോഴേ ആദ്യം എൻ്റെ മനസ്സിലോട്ട് പോയത് അയ്യോ പുള്ളിക്കാരിത്തി എന്തായിരിക്കും അവസ്ഥ. എല്ലാവരുടെയും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് അതാ. ഞാൻ ഈ സുമേഷിന്റെ അടുത്തൊക്കെ ചോദിച്ചു അയ്യോ പുള്ളിക്കാരിത്തി എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അടുത്ത് കണ്ടതാ എങ്ങനെയാ ഇവരുടെ ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട്. ഇടയ്ക്ക് നവാസ് രഹനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും. അതിന് ഉദ്ഘാടനങ്ങൾ ഈ വഴിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ അടുത്താക്കി കൊണ്ടുപോകും. ഇവർ തമ്മിൽ ആ ഒരു ബോണ്ടുണ്ട്. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പൊ എന്താണ് ഞാൻ മോനിടയ്ക്ക് ഇതേപോലെ ഓരോന്ന് എഴുതി വാട്സപ്പ് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽ ഇടുന്ന കാണാം. ഉമ്മച്ചിക്ക് വേണ്ടി വാപ്പച്ചി അവസാനമായിട്ട് പാടിക്കൊടുത്ത പാട്ടാണ്. ഉമ്മച്ചി അവിടെ എന്തോ മൈലാഞ്ചി ചെടി കൊണ്ട് നട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. ശരിക്കും കോണ്ടാക്ട് അവള് ശരിക്കും പറഞ്ഞാൽ അവള് ഫുള്ളി നവാസ്ക്ക് ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ അവള് ഇപ്പൊ പറയണത് നവാസ്ക്ക് ഇതൊക്കെ നേരത്തെ അറിഞ്ഞ പോലെയാണ് കുറെ കാലമായിട്ട് ബിഹേവ് ചെയ്തിരുന്നത്. ഇങ്ങനെ അവള് ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നവാസ്ക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നോ. അവൾക്ക് ഇപ്പം അങ്ങനെ തോന്നുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുക പറയും. മോൻ ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് വേറെ ഒരു ഫ്രണ്ട്സും ഇല്ല, എല്ലാം വാപ്പിയാണ് ഫ്രണ്ട്സ്. ഫുൾ അവളുടെ ലോകം അതാണ്. അവൾ അങ്ങനെ ആയിരുന്നു. മനസ്സിലായി. അങ്ങനെ നിങ്ങള് മൊത്തത്തിൽ ഇപ്പൊ ചേച്ചി ഇത്തയുടെ ഫ്രണ്ടും ചേട്ടനിക്കാടെ ഫ്രണ്ടും അപ്പൊ ഞങ്ങൾ സമയം സീരിയലിന്റെ അനീതിയായിട്ടാണ് അവൾ അഭിനയിച്ചത്. അപ്പൊ അന്ന് തൊട്ടുള്ള അടുപ്പാ, അത് ഫാമിലി ആയിട്ടുള്ള അടുപ്പാണ്. ഞങ്ങള് മാത്രമേ വെഡിങ് ആനിവേഴ്സറിക്ക് സെയിം ടു യു പക്ഷെ അപ്പൊ പിന്നെ അവര് കല്യാണം കഴിഞ്ഞപ്പോ സമയത്തും നവാസ്ക്ക് അവള് എറണാകുളത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും, അവിടെ ആക്കിയിട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു അവള്. അപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബർ 27 നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല ഈ പ്രാവശ്യം ഒക്ടോബർ 27. ഭയങ്കര നമുക്കതൊരു വല്ലാതെ, കാരണം അന്യോന്യം വിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അത് വല്ലാത്തൊരു ഹോണ്ടിങ് ആയിരുന്നു ഈ പ്രാവശ്യം. മനസ്സിലായി. അവരുടെ ഒരു സിനിമയും ഈഴാന്ന് പറഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അന്ന് ഇന്റർവ്യൂ തന്നെ. പിന്നെ അവിടെ പോയിരുന്നോ? പിന്നെ പോയി ഞാൻ നേരിട്ട് പോയി. അതെ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ഈ കലാഭവനിൽ വെച്ചിട്ട് തുടങ്ങി അതിന് മുമ്പേ അറിയാം? അല്ല, ഞങ്ങൾ കലാഭവനിലായിരുന്നു നവാസ്, ഞാൻ വേറെ ട്രൂപ്പിലായിരുന്നു. അപ്പം ഞാനും കോട്ടയം നസീറും കലാഭവൻ നവാസും കൂടെ ഓർമ്മ എനിക്കോടത് ഒരു 10-30 വർഷം മുമ്പ് തന്നെ, 30-31 വർഷം മുമ്പ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഷോ ചെയ്യുകയാണ്. ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട്, നസീറും ഞാനും നവാസും മാത്രമായിട്ട് എത്രയോ ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ഷോസ് എല്ലാം. അപ്പം ഞങ്ങൾ മൂന്നുപേരും മതിയാവുമായിരുന്നു. ഒരു അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ മൂന്നുപേരും മതിയാവുമായിരുന്നു. അപ്പം അങ്ങനെ മൂന്നുപേരും കൂടെ ഷോസ് ചെയ്യുകയും അല്ലാതെ നമ്മൾ കൂടുന്നതൊക്കെ ഞങ്ങൾ മൂന്നുപേരായിരുന്നു. ഒരുപാട് മ്യൂസിക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാനാണ്. ആ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞാൻ ആ ഗ്രൂപ്പ് ഞാൻ തുടങ്ങി വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഞാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് പിന്നെ ആഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആദ്യം ഒന്ന് നസീർ, നവാസ്, ജാഫർ ഇടുക്കി, ഷാജോൺ, ജോർജ് ഏട്ടൻ, കലാഭവൻ റഹ്മാൻ, പിന്നെ വന്ന നാദിർഷിക്ക, പിന്നെ സുരാജേട്ടനൊക്കെ വന്ന് ജോയിൻ ചെയ്തതാണ്. അങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്തതാണ് നാദിർഷിക്ക, സുരാജ്, അതൊക്കെ. പിന്നെ ആരാണ് നമ്മുടെ നോബി, നിർമ്മൽ പാലാഴി, വലിയൊരു ഞങ്ങൾ അഭിജിക്കുട്ടൻ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രശാന്ത് കാഞ്ഞിരമറ്റം,
ഇനിയുണ്ട്, എനിക്ക് അറിയാൻ വിട്ടു. ഹനീഫ്ക പോയി. ഹനീഫ് ഖ മരിച്ചു. അതിൽ കൊല്ലം സുധി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. നവാസ്, 3 പേരൊന്നുമില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ. പക്ഷെ ഞങ്ങളെല്ലാ ഇയർലി 1 ടൈം ഞങ്ങൾ കൂടുമായിരുന്നു. ലൈഫിൽ ഇതുപോലെ ഒരു ചിരിക്കാനുള്ളൊരു അവസരവും ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു വർഷങ്ങളുടെ മെമ്മറീസ് നവാസിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എൻ്റെ ഉണ്ട്. ഞങ്ങൾ പാടിയിട്ടും ഡാൻസ് ചെയ്തിട്ടും മിമിക്രി കാണിച്ചിട്ടും ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിരുന്നു പ്രാവശ്യം. ചേട്ടാ, ഈ സിനിമയൊക്കെ കാണുന്നവർക്ക് പോലും ഇപ്പം നവാസിക്കയുടെ ഒക്കെ ഒരു വേർപാട് നമ്മൾ എല്ലാവരും ഷോക്കായി പോയതാ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളുടെ വേർപാട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും എക്സ്പെക്ടേ ചെയ്തിട്ടുണ്ടാവില്ല. മനുഷ്യൻ അന്നത്തെ ദിവസം കൺട്രോൾ ചെയ്യാൻ പെട്ട പാട് എനിക്കറിയാം. ഇന്ന് ആ ദിവസം ഞാൻ ഉച്ചയ്ക്ക് സംസാരിച്ചു. അവർ ഉച്ചയ്ക്ക് സംസാരിച്ചാണ്. അതിനോട് പറഞ്ഞു, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാഷ്വലി വിളിച്ചപ്പോൾ എത്രയും ഞാൻ നവാസായിട്ട് കത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. കുറേ നാളായിട്ട് വിളിക്കാതെ ഞങ്ങൾ അന്ന് സംസാരിച്ചു. പറഞ്ഞിട്ട് അയ്യോ, അന്ന് ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്ക് 2 o'clock 2:30 ടൈമിൽ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുത്തില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം കുറേ നാളായി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനും നസീറും 3-4 കൂടിയിട്ട് ഒരുമിച്ചാണ് കോൾ ഇട്ട്. നസീർ എടുത്തില്ല. അതുകൊണ്ട് നവാസ് പറഞ്ഞു, എടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഒരു 2:30 3 o'clock സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു, നീ എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. അപ്പം ഞാൻ ഷൂട്ട് നടക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ആളാണ് സന്ധ്യയ്ക്ക് 5 മണി 6 മണി ആകുമ്പോൾ. അൺഎക്സ്പെക്റ്റഡ്. നിങ്ങൾ ഈ കല്യാണം കഴിച്ച സമയവും ഒക്കെ മീൻസ് ഡേറ്റ് മാത്രമാണോ വർഷം വ്യത്യാസമുണ്ട്. സെയിം ഡേറ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ വർഷം അവള് പിന്നെ 3 വർഷം കഴിഞ്ഞു. 2002. അതെ, ഞങ്ങൾ 99-ലല്ലേ കഴിഞ്ഞു. അതെ അതെ, അവര് പിന്നീട്. പിന്നെ അതെ, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞ സിനിമയിലൂടെ ആണ്. ഞങ്ങള് സമയം സീരിയൽ എൻ്റെ അനിയത്തിയായിട്ട് അതിനു മുമ്പ് കാരുണ്യം, ലോയിസാറിന്റെ കാരുണ്യത്തിലും ജയറാമേന്റെ സിസ്റ്റേഴ്സ് ഞാനും രഹനയായിരുന്നു. അങ്ങനെ അതിന് അതാണ് സ്റ്റാർട്ടിങ് തോന്നുന്നു. പിന്നെ സമയം അത് എല്ലാ മാസവും ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നു. മനസ്സിലായി. ഇപ്പൊ റീസെന്റ് ആരും അയച്ചൊന്നുമില്ല ഫേസ്ബുക്കിലെ ഫോട്ടോ. ഞാൻ പഴയ ഫോട്ടോ അല്ലേ, ഒരു ഒന്നിന് ഉദ്ഘാടനങ്ങളുടെ തിരക്കായിരിക്കും. അപ്പോൾ ഒരേ സ്ഥലത്ത് ഞങ്ങൾക്ക് 2 പേർക്ക് ഉദ്ഘാടനം, ആ സ്പോട്ടിലുള്ള ഫോട്ടോ. അതെ, എല്ലാവരും ഈ മോന്റെ ഇതിനകത്താണെങ്കിലും കമന്റ് ഇടുന്നത് അമ്മോനെ ഉമ്മ എങ്ങനെയുണ്ട് എന്ന് പറയാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ലൈക്ക് ആളെങ്ങനെയുണ്ടെന്ന്. അവൾക്ക് അതിനുള്ളൊരു ശക്തി കിട്ടണം മനസ്സിന്. ആയി വരുന്നതേ ഉള്ളായിരിക്കും. അത് അവൾക്ക് ആ ഒരു ശക്തി മനസ്സിന് കിട്ടണം. അവളുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും. അയ്യോ, ഒരുപാട് നമുക്ക് അന്ന് പോയപ്പോൾ ഒരുപാട് സങ്കടമായി. കാരണം നമുക്കും എന്താ പറയുക, റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ലൈഫ്. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് ട്രോളുകളും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എങ്ങനെയാ ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ? ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയ നഷ്ടങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഏറ്റവും ഹാപ്പിനെസ്സും ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോളുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന അതിനകത്ത് സങ്കടങ്ങളുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഞങ്ങളുടെ എന്നാണ് ഈ ഒരു ദിവസം കൂടാൻ. അപ്പം സുരാജിനൊന്നും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു പരിചയമില്ല. സുരാജ് പുതിയ മെമ്പറാണ്. അപ്പം ഞങ്ങൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു യാത്രയിൽ ഞങ്ങൾ എല്ലാ മിമിക്രിക്കാരും ഒരുമിച്ച് മൂന്നാറിൽ ഫാമിലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാ ഫാമിലിയും ഭാര്യമാരും മക്കളും എല്ലാം പ്രേക്ഷകരായിരുന്നുകൊണ്ട് ഞങ്ങൾ പെർഫോം ചെയ്തു. ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്തു ക്യാമ്പ് ഫയറിലിട്ട്. അപ്പം ഞങ്ങൾ വന്ന സമയം തൊട്ട് നമ്മൾ ഇൻട്രോ നമ്മൾ പറയണം ഞാൻ പെർഫോം ചെയ്യുന്നത്. എൻ്റെ പെർഫോമൻസ് തുടങ്ങിയാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരവരുടെ പെർഫോമൻസ് എന്താണോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഭാര്യമാർക്കൊക്കെ അതൊരു പുതിയ അനുഭവം. നമ്മളെന്താണെന്ന് അറിയില്ല. ഭയങ്കര രസമായിരുന്നു.